ആറ്റിങ്ങൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ ബന്ധു ബിജു രമേശിനെ അരുവിക്കര വടക്കേമല കോളനിയിൽ തടഞ്ഞുവച്ചതിൽ പ്രതികരണവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ബിജു രമേശിൽ നിന്ന് പണമോ മദ്യമോ കണ്ടെത്തിയിട്ടില്ല. സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബിജു രമേശിനെ അരുവിക്കര വടക്കേമല കോളനിയിൽ CPM പ്രവർത്തകർ തടഞ്ഞുവെച്ചത്. മദ്യവും പണവും നൽകി വോട്ട് പിടിക്കാനാണ് ബിജു രമേശ് കോളനിയിൽ എത്തിയതെന്നായിരുന്നു LDFന്റെ വാദം. ഇക്കാര്യത്തിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. ബിജു രമേശിന്റെ കയ്യിൽ നിന്നും പണം കണ്ടെത്തിയിട്ടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച പ്രാഥമിക റിപ്പോർട്ട്. സംഭവ സമയം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ടിനോട് പറഞ്ഞു. അത് നമ്മൾ ശ്രദ്ധയിൽ വന്നു. കാരണം ഓൾറെഡി അവരുടെ ടീം ഉണ്ടായിരുന്നു, അല്ലേ, FST ഫ്ലൈയിങ് സ്ക്വാഡ് ഉണ്ടായിരുന്നു. അവർ പരിശോധിച്ചു. റിപ്പോർട്ട് ഇപ്പോൾ അവർ അയക്കുന്നുണ്ട്. ബേസിക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പണം നൽകാനല്ല, ഡീൽ ഉറപ്പിക്കാനാണ് ബിജു രമേശ് എത്തിയതെന്നാണ് LDF സ്ഥാനാർത്ഥി V ജോയിയുടെ ആരോപണം. കഴിഞ്ഞ തവണ UDF പയറ്റിയ തന്ത്രം ഇത്തവണ അനുവദിക്കില്ലെന്നും V ജോയ് പറഞ്ഞു. വസ്തുക്കച്ചവടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് കോളനിയിൽ പോയതെന്ന് ബിജു രമേശും പ്രതികരിച്ചിരുന്നു. വിവാദം മണ്ഡലത്തിൽ സജീവ ചർച്ചയായിരിക്കെയാണ് പണം കിട്ടിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.